പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുകയാണ്. അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ച് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തി എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഇരു നേതാക്കളും തമ്മിൽ നിരന്തരം ആശയവിനിമയങ്ങൾ നടത്താറുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പശ്ചിമേഷ്യയിലെ പുതിയ നീക്കങ്ങൾ നെതന്യാഹുവിനെ അറിയിച്ചതായും ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കി. ചർച്ചയിൽ തുർക്കിയുടെ പുതിയ നിലപാടുകളിൽ നെതന്യാഹു കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗനും അദ്ദേഹത്തിന്റെ ആളുകളും ഇസ്രായേലിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന പ്രസ്താവനകളാണ് നടത്തുന്നതെന്ന് നെതന്യാഹു ആരോപിച്ചു. കൂടാതെ ഇസ്രായേൽ അതിർത്തികളിൽ സുരക്ഷാ മേഖലകൾ വേണമെന്ന തുർക്കിയുടെ ആവശ്യത്തെയും അദ്ദേഹം ശക്തമായി എതിർത്തു. തുർക്കിക്ക് അമേരിക്കൻ F-35 യുദ്ധവിമാനങ്ങൾ വിൽക്കാനുള്ള നീക്കമാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മറ്റൊരു തർക്ക വിഷയം. ഇത്തരമൊരു ആയുധ കച്ചവടം മേഖലയിലെ സന്തുലിതാവസ്ഥയെ തകിടം മറിക്കുമെന്ന ഇസ്രായേലിന്റെ വാദം തുർക്കി പ്രസിഡന്റ് തള്ളിക്കളഞ്ഞു. ഇത് വെറുമൊരു വ്യാജ പ്രചാരണം മാത്രമാണെന്നാണ് എർദോഗൻ വ്യക്തമാക്കിയത്. എന്നാൽ നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിക്ക് യുദ്ധവിമാനങ്ങൾ വിൽക്കരുതെന്ന് നെതന്യാഹു അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇറാനുമായുള്ള യുദ്ധം കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ട്രംപും നെതന്യാഹുവും തമ്മിൽ അടുത്ത കാലത്തായി ഭിന്നതകൾ രൂക്ഷമാണ്. സംഘർഷം കാരണം ആഗോള വിപണിയിൽ എണ്ണവിലയും നിത്യോപയോഗ സാധനങ്ങളുടെ വിലയും കുതിച്ചുയരുന്നത് ട്രംപിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇറാനെ തകർക്കാതെ പിന്മാറരുത് എന്ന നിലപാടിലാണ് നെതന്യാഹു. നിലവിലെ അമേരിക്കൻ നീക്കങ്ങൾ ജാഗ്രതയോടെയാണ് ഇസ്രായേൽ നോക്കിക്കാണുന്നത്. അതിനിടെ ട്രംപിനെ വധിക്കാൻ ഇറാൻ പുതിയ ഗൂഢാലോചന നടത്തുന്നതായി ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. ട്രംപിന്റെ ഒന്നാം ഭരണകാലത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ജനറൽ ഖാസിം സുലൈമാനിയെ അമേരിക്ക വധിച്ചതു മുതൽ ട്രംപിനോട് പ്രതികാരം ചെയ്യുമെന്ന് പരസ്യ പ്രഖ്യാപനം വന്നിരുന്നു. തുർക്കിക്ക് അത്യാധുനിക F-35 സ്റ്റെൽത്ത് വിമാനങ്ങൾ കൈമാറുന്ന ഈ നീക്കം മേഖലയിലെ സുരക്ഷയെ ബാധിക്കുമെന്നാണ് നെതന്യാഹുവിന്റെ വാദം. അമേരിക്കയുടെ F-35 യുദ്ധവിമാനം കൈമാറിയതുകൊണ്ട് തുർക്കി അമേരിക്കയുടെ ഒരു സൗഹൃദ രാജ്യമായി മാറില്ലെന്ന് നെതന്യാഹു പറഞ്ഞിരുന്നു. തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഖാനെ രൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി വിമർശിച്ചത്. തുർക്കിയിലെ ഇപ്പോഴത്തെ ഭരണം അമേരിക്കയെ വെറുക്കുന്ന മുസ്ലിം ബ്രദർഹുഡ് ആശയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട ഒന്നാണ്. ഉർദുഖാൻ അമേരിക്കയുടെ മികച്ചൊരു സഖ്യകക്ഷിയല്ല. ഒരേയൊരു ജൂതരാഷ്ട്രമായ എന്റെ രാജ്യത്തെ തകർക്കുമെന്നാണ് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയത്. ഇത്തരം ഒരു ഭരണകൂടത്തിന് ആയുധക്കരുത്ത് നൽകിയാൽ അത് മേഖലയിൽ കൂടുതൽ ആക്രമണങ്ങൾക്ക് കാരണമാകുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. തുർക്കിക്ക് വിമാനങ്ങൾ നൽകരുതെന്ന് താൻ നേരിട്ട് ഡൊണാൾഡ് ട്രംപിനോട് ആവശ്യപ്പെട്ടിരുന്നെന്നും നെതന്യാഹു വ്യക്തമാക്കി. റഷ്യൻ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയതിനെ തുടർന്ന് തുർക്കിക്കുമേൽ ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഇതോടെയാണ് F-35 യുദ്ധവിമാനം വാങ്ങുന്നതിന് തുർക്കിക്ക് മുന്നിൽ വഴി തുറക്കുന്നത്. 2019 റഷ്യൻ മിസൈൽ സംവിധാനം വാങ്ങിയതിന്റെ പേരിൽ F-35 പദ്ധതിയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് തുർക്കിക്കുമേൽ യുഎസ് ഉപരോധം ഏർപ്പെടുത്തിയത്. നാറ്റോ ഉച്ചകോടിക്കായി അങ്കാറയിൽ ഇറങ്ങിയതിനു ശേഷം തുർക്കി പ്രസിഡന്റുമായി സംസാരിക്കവെയാണ് ട്രംപ് ഉപരോധം നീക്കുന്ന കാര്യം അറിയിച്ചത്. ഫെബ്രുവരി 28 യുഎസ് ഇസ്രായേൽ സഖ്യം ഇറാനെ ആക്രമിച്ചതോടെയാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചത്. തുടർന്ന് ജൂൺ 17 ഒപ്പുവെച്ച താൽക്കാലിക ധാരണാപത്രം ഒരു സ്ഥിരമായ സമാധാന കരാറിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കാണ് പുതിയ ആക്രമണങ്ങളോടെ തിരിച്ചടിയേറ്റത്. ഹോർമൂസ് കടലിടുക്ക് മുതൽ ഒമാൻ ഉൾക്കടൽ വരെയുള്ള ഇറാന്റെ തെക്കൻ തീരപ്രദേശങ്ങളിലാണ് യുഎസ് പ്രധാനമായും ആക്രമണം നടത്തിയത്. ഇറാന്റെ ഏറ്റവും വലിയ വാണിജ്യ തുറമുഖവും IRGCയുടെ പ്രധാന നാവിക താവളവുമായ ബന്ദർ അബ്ബാസ്, പാകിസ്ഥാൻ അതിർത്തിയോട് ചേർന്നുള്ള തീരദേശ നഗരമായ കൊണാറക്, ചബഹാർ എന്നിവിടങ്ങളിലാണ് ബോംബാക്രമണം ഉണ്ടായത്. ചബഹാറിലെ മാരിടൈം ട്രാഫിക് കൺട്രോൾ ടവറിന് ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.